ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂനിയർ ഫ്രോസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെപ്റ്റംബർ 18 കാനഡയിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ന്യൂസിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാ പേജിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ ആ സമയത്ത് തന്നെ സ്പോട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് കാനഡയിൽ വരാൻ നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി കാനഡയിലുള്ള ആൾക്കാരെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. വീഡിയോ കാണാം. കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് റെഡ്യൂസ് ഇമിഗ്രേഷൻ. മാസ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുറേ ആൾക്കാർ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും ടെമ്പററി വർക്കേഴ്സ് ആണെങ്കിലും, അവർ കാനഡയിലേക്ക് വലിയ രീതിയിൽ കാനഡയിലേക്ക് വന്നിട്ടുണ്ട്. ഈവൻ കാനഡയുടെ ഓവറോൾ ഇമിഗ്രേഷൻ കൂട്ടുക എന്നായിരുന്നു. പക്ഷേ ഇപ്പം ആ ഇമിഗ്രേഷൻ കൂടിയത് കാനഡയെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കുന്നു. പൊളിറ്റിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും അല്ലാതെ കാനഡയിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുറേ രീതിയിൽ കാനഡയെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ടെമ്പററി ആയിട്ട് കാനഡയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ടെമ്പററി ഫോറിൻ വർക്കേഴ്സ്, ഈ 2 കാറ്റഗറിയിലുള്ള നമ്പേഴ്സ് കുറയ്ക്കാനുള്ള ഒരു അജണ്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, അതിൽ വന്ന മാറ്റങ്ങളിൽ വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. 2 മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് PG വർക്ക് പെർമിറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നത്. ആദ്യമായിട്ട് തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, നിങ്ങൾ ഒരു 2 വർഷത്തെ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ് ടു 3 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും. ഇല്ലെങ്കിൽ 1 വർഷമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു, അതിനുശേഷം അപ് ടു 3 ഇയേഴ്സ് വരെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വേണ്ടി നിങ്ങൾ എലിജിബിൾ ആകണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ഓക്യുപ്പേഷൻസ് ഇൻ ലോങ് ടേം ഷോർട്ടേജ് കാറ്റഗറിയിലായിരിക്കണം. അതായത് കാനഡയിൽ ജോലി, ഏതൊക്കെ ജോലിയാണ് ഡിമാൻഡ് ആയിട്ടുള്ളത്, ആ കാറ്റഗറിയിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അപ് ടു 3 ഇയേഴ്സ് വർക്ക് പെർമിറ്റ് കിട്ടും. ഇതിൽ കുറച്ചധികം കാര്യങ്ങളുടെ വ്യക്തതയില്ല. ഏത് കോഴ്സ് കഴിഞ്ഞാലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വേണ്ടി എലിജിബിൾ ആവുന്നത്, ഏതൊക്കെ ജോലികളാണ് ഇതിനു വേണ്ടി നമ്മൾ എലിജിബിൾ ആകാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഇത് ബാധിക്കുമോ? അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നൊരു കാര്യം. ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇവിടെയുണ്ട്, കാനഡയിലുണ്ട്. അവരെ ഈ ഒരു റൂള് വരുന്നത് കൊണ്ട് ബാധിക്കുമോ? ഇന്നലെ വരെ ഇതിന് അധികം ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു, ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ലായിരുന്നു. പക്ഷേ കോളേജസിൻ്റെ, യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്ലാരിഫിക്കേഷൻ പ്രകാരം ഇത് ന്യൂ സ്റ്റുഡൻസിനെയാണ്, നവംബർ 1 ശേഷം എൻറോൾ ചെയ്യുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ് ഇത് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ന്യൂ സ്റ്റുഡൻസ് എന്ന ഒരു കോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. രണ്ടാമത്തെ കാര്യം, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ വരുന്ന മിനിമം ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. നവംബർ 1 ശേഷം അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് മിനിമം ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, ആ ക്രൈറ്റീരിയ അവർ പാസ്സായിരിക്കണം. അത് പറയുന്നത് CLB ലെവൽ 7 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, CLB ലെവൽ 5 നമ്മൾ കോളേജ് സ്റ്റുഡൻസ്, അവർ അത് ക്ലിയർ ചെയ്യണം. ഇത് അഡീഷണൽ ആയിട്ട് സ്റ്റുഡൻസിന് വരുന്ന കാര്യങ്ങൾ, ഒന്നാമത് IELTS ആണെങ്കിൽ IELTS എക്സാം എഴുതണം, ചിലപ്പോൾ ഏതാണെങ്കിലും അവർ എഴുതണം. ഒന്നാമത്തെ കാര്യം, അതിനുവേണ്ടി പൈസ സ്പെൻഡ് ചെയ്യണം, പിന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതാണ് അവരെ ബാധിക്കുന്ന. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. നമ്മൾ സ്റ്റുഡൻസായിട്ട് വരുന്ന ആൾക്കാർ എന്തായാലും IELTS ഒരുവിധ ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ IELTS ഇല്ലാതെ വരുന്ന കാറ്റഗറി ഉണ്ട്, ഇല്ലാതെ വരുന്ന കൺട്രീസിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെ ചില ആൾക്കാർ സ്കാം കാര്യങ്ങൾ, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് IELTSൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് വീണ്ടും ഒന്നുകൂടി എഴുതേണ്ട, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല, എല്ലാ ആൾക്കാർക്കും വീണ്ടും എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ഈ ഒരു കാര്യം വരുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ നമ്പേഴ്സ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. വരുന്ന 3 വർഷത്തിൻ്റെ ഉള്ളിൽ 1,70,75,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ റിഡക്ഷൻ, കുറവ് വരുന്നുണ്ട്. അതായത് 50 to 60K ഓരോ വർഷവും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ ഈ ഒരു റിക്വയർമെൻറ്റ് വരുന്നതോടെ കുറയാൻ സാധ്യതയുണ്ട്. ഈ ഒരു അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ്, ഒന്നാമത്തെ കാര്യം, അക്കാഡമിക് ആണോ IELTS എഴുതേണ്ടത്, ജനറൽ IELTS ആണോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി ഒരു IELTS നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് വാലിഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ മെയിനായിട്ട് ക്ലാരിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാലും പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്
എൻ്റെ മാത്രം ഒപ്പീനിയൻ ജനറൽ ടെസ്റ്റ് ആകാനാണ് നോർമലായിട്ട് സാധ്യത. കാരണം ഇത് അക്കാഡമിക്കായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വേണ്ടിയാണ്. വർക്ക് പെർമിറ്റ് നോർമലായിട്ട് ജനറൽ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് കാനഡയിൽ നമ്മൾ എഴുതാനുള്ള കാര്യങ്ങൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനറൽ IELTS ആകാനാണ് സാധ്യത. പക്ഷേ ഇതൊരു കൺഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം മാത്രം ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എഴുതേണ്ടിയിരുന്നു. കാരണം നിങ്ങൾ കാനഡയിലേക്ക് വരുന്നത് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാരല്ലേ. സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ അക്കാഡമിക് കഴിഞ്ഞിട്ടുള്ള അക്കാഡമിക് IELTS ആണ് എടുക്കുന്നത്, ജനറൽ അല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ജനറൽ IELTS നമ്മൾ എടുക്കേണ്ടി വരുമായിരിക്കാം. മെയിനായിട്ടുള്ള മറ്റൊരു കാര്യം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള നമ്പേഴ്സിൽ വന്ന കുറവാണ്. ചേഞ്ച് ഇൻ ക്യാപ് ഫോർ 2025 to 26 10% വരെ 10% റിഡക്ഷൻസ് വരാൻ. 2024 4,85,000 ആയിരുന്നു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് അവർ കൊടുത്തിരിക്കുന്നത്. ബട്ട് 2025 26 അപ് ടു 10% കുറഞ്ഞിട്ട് 4,37,000 സ്റ്റുഡൻസിന് മാത്രമാണ് അവർ സ്റ്റഡി പെർമിറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ. അത് വലിയൊരു നമ്പറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 2023 വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ 35% അവിടെ കുറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക്. പ്ലസ് അഡീഷണൽ 10% 2025 2026 വരുമ്പോൾ ഓൾമോസ്റ്റ് 45%, ഓൾമോസ്റ്റ് 50% നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ടോട്ടൽ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ 2023 2025 വരുമ്പോൾ 50%, 45% ആണ് കണക്ക്. അത്രയും നമ്പേഴ്സാണ് കുറയുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ രീതിയിൽ 2021 2025 വരുമ്പോൾ വലിയ രീതിയിൽ കുറയുന്നുണ്ട്. ചേഞ്ച് ഇൻ എലിജിബിലിറ്റി സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്, അതാണ് അടുത്തത്. സ്പൗസ്, നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ഇല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണറിനെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ 1 വർഷം പോരാ, 16 മാസം ഡ്യൂറേഷനുള്ള കോഴ്സ് എടുത്ത ആൾക്കാർക്ക്, മാസ്റ്റേഴ്സ് എടുത്ത ആൾക്കാർക്ക് മാത്രമാണ് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഏറ്റവും വലിയ ക്യാച്ച് അതാണ്. ടെമ്പററി ഫോറിൻ വർക്കേഴ്സിൻ്റെ അവർ കാനഡയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്പൗസിന്, ഇപ്പോൾ ഹസ്ബൻഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വൈഫാണെങ്കിൽ ഹസ്ബൻഡ്, പാർട്ട്ണർ, അവർക്ക് കാനഡയിൽ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ആ കാനഡയിൽ വർക്ക് ചെയ്യുന്ന ആൾ മാനേജ്മെൻറ്റ് ലെവൽ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇനി കൊടുക്കൂ. ഒന്നുകിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതുമല്ലെങ്കിൽ ലേബർ ഷോർട്ടേജ് ഉള്ള കുറച്ച് കാറ്റഗറി ഉണ്ട്, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇനി മുതൽ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആകൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രൊവിൻഷ്യൽ ഓർ ടെറിട്ടറിയൽ അറ്റസ്റ്റേഷൻ ലെറ്റർ, അത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD സ്റ്റുഡൻസിന് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് മുൻപ് ആവശ്യമില്ലായിരുന്നു. മാസ്റ്റേഴ്സ്, ഡോക്ടറൽ സ്റ്റുഡൻസിന് ഇതിൻ്റെ കാര്യം ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത് അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് നമ്മളിനി സ്റ്റുഡൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ കൊടുക്കേണ്ടതാണ്. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ്സ് എല്ലാം സൂചിപ്പിക്കുന്നത്, പോയിൻ്റ് ചെയ്യുന്നത് ടെമ്പററി ഫോറിൻ വർക്കേഴ്സ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കാനാണ്. 6.5 ഇപ്പോൾ ഉള്ളത് അപ് ടു 5% ലെവലിലേക്ക് എണ്ണം കുറച്ചിട്ട് എമിഗ്രേഷൻ ടോട്ടൽ നമ്പേഴ്സ് കുറയ്ക്കാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇനിയുള്ള എക്സ്പ്രസ് എൻട്രി കാര്യങ്ങളിലും മൊത്തത്തിലുള്ള നമ്പേഴ്സ് കുറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത്രയാളും ഓവറോൾ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം, ആ കോഴ്സിന് കാനഡയിൽ ഡിമാൻഡ് ഉണ്ടോ? അടുത്തടുത്ത വീഡിയോസിന് ഞാനത് ഏതൊക്കെ കോഴ്സാണ് കാനഡയിൽ ഡിമാൻഡ് ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാ പേജിൽ ഈ ന്യൂസ് അറിഞ്ഞ സമയത്ത് തന്നെ ആ സ്പോട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തടുത്ത വീഡിയോസിൽ കുറച്ചുകൂടി നല്ല വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching. Thank you. Jennifer Frost.